ഇതാണ് ക്രിസംഗി പൂഞ്ഞാർ കേശവൻ. അപ്പോൾ കാണുന്നവനെ അല്ലെങ്കിൽ അഴകുള്ളവനെ ഡാഡി അല്ലെങ്കിൽ പപ്പ എന്ന് വിളിക്കുന്ന ആളാണ് നമ്മുടെ പൂഞ്ഞാർ കേശവൻ എന്ന് എല്ലാവർക്കും അറിയാം. FCRയെ സംബന്ധിച്ച വിഷയം വന്നപ്പോൾ പൂഞ്ഞാർ കേശവൻ അറിയാതെ പറഞ്ഞ കാര്യങ്ങൾ കാണുക. താനിപ്പോൾ സംഘിപ്പാളയത്തിലാണ് എന്നുള്ള കാര്യം മറന്ന് ഒരു മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് അറിയാതെ PC ഉത്തരം കൊടുത്തത് കാണുക. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണെന്നും താൻ ഒരു സംഘി സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ്, പള്ളിത്തന്തന്മാരുടെ വോട്ടുണ്ടെങ്കിലേ രക്ഷപ്പെട്ടു പോകത്തുള്ളൂ എന്ന കാര്യങ്ങളെല്ലാം PC മറന്നുപോയി. PC FCRA വിഷയത്തിൽ പള്ളിത്തന്തന്മാർ ഹാലിളകി എന്ന് കേട്ടപ്പോൾ PC-യുടെ ആദ്യത്തെ പ്രതികരണം ഒന്ന് കാണുക. ഇവിടെ കുറേ ആളുകളുണ്ട്, കുറേ പിതാക്കന്മാരുണ്ട്. കോൺഗ്രസ് ഭരണം, കോൺഗ്രസ് പ്രളയം നിയന്ത്രിക്കുന്നത് അതിനെ അബദ്ധ വിചാരമായിട്ട് നടക്കുന്ന ബിഷപ്പന്മാർ ഇതിൽ അപ്പുറത്ത് വർത്താനം പറയും. മനസ്സിലായില്ലേ? ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ക്രിസ്ത്യാനിയും മൈൻഡ് ചെയ്യില്ല. മെത്രന്മാർ പറയുന്നിടത്തുള്ള വോട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് എളുപ്പമായിരുന്നു. കോൺഗ്രസ് എങ്ങനെ പിന്നെ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചത്? അപ്പം പിതാക്കന്മാരെല്ലാം ഇവിടെ കോൺഗ്രസിന് കൊടുത്ത് കൂടുതൽ കിട്ടിയോ വോട്ട്? അങ്ങനെ കുറേ പിതാക്കന്മാരുണ്ട്. എന്ത് ഉളത്തരം പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാർ. രാഷ്ട്രീയം BJP എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഹാലിളകുന്നത് എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായം. ഈ ക്രിസ്ത്യാനി നമ്മൾ ഇവിടെ കിടന്ന് ചാടുന്നവരെ എത്ര ഉണ്ടെന്നറിയാം. ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനി ഇന്ത്യ രാജ്യത്ത് 2.5% എന്നത്തെയാണ് കിടന്ന് ചാടുന്നത്. BJPയുടെ മാന്യത കൊണ്ടല്ലേ അവരെ ചുവന്നുകൊണ്ട് നടക്കുന്നത്. ഇത്രയും കൂടെ ക്രിസ്ത്യാനി അംഗീകരിച്ചൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിച്ചപ്പോൾ പോലും ഇത്രയും ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് ഈ പിതാക്കന്മാരൊക്കെ ഊളത്തരം പറയാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും കടുപ്പിച്ച് പറയുന്നത്. PC-യുടെ പ്രകടനം കണ്ട ഓർത്തഡോക്സ് സഭയിലെ കോൺഗ്രസ്സുകാരനും കുണ്ടറപ്പണിക്കർ എന്നറിയപ്പെടുന്ന കോട്ടയം മെത്രാനുമായ ദിയസ്കോറോസ് പറഞ്ഞത് ഇപ്രകാരമാണ്: PC-യുടെ തോക്കിന് ലൈസൻസ് ഉണ്ടെങ്കിലും നാക്കിന് ലൈസൻസ് ഇല്ല എന്ന കാര്യം നമുക്കെല്ലാം അറിവുള്ള കാര്യമാണല്ലോ എന്നും പറഞ്ഞ് കുണ്ടറപ്പണിക്കർ നടത്തിയ ആ പ്രസ്താവന കാണുക. ബഹുമാനപ്പെട്ട PC ജോർജിനെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് സമൂഹത്തിൽ എല്ലാവർക്കും നല്ലപോലെ അറിയാം. അദ്ദേഹം നല്ല മനുഷ്യനാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളെന്നുള്ളതാണ് പൊതുവേ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ വാ തുറന്നാലും ഒന്നുകിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുന്നതിനോടൊക്കെ ഞങ്ങളെന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിന് ഒറ്റ മറുപടിയായിട്ടുള്ളത് തരാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിപ്പം PC ജോർജിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ കൃത്യമായ മറുപടി ജനം കൊടുക്കുമെന്ന് ഞാൻ വിളിച്ച് പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ നാട്ടിലെ ജനം വളരെ വിവേകമുള്ളവരാണെന്നാണ് ഞങ്ങളുടെയൊക്കെ ചിന്ത. വിവേകമില്ലാത്തവർ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഭൂരിപക്ഷം ജനവും വിവേകമുള്ളവരാണ്. അവർക്ക് തോന്നുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കും. അത് PC ജോർജോ അല്ലെങ്കിൽ എൻ്റെ ഏത് സ്ഥാനാർത്ഥികൾക്കോ ആർക്കെങ്കിലും അവർ കൊടുത്തു കൊള്ളട്ടെ, അത് വേറൊരു വിഷയമാണ്. പക്ഷേ PC ജോർജിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾ ക്രൈസ്തവ സഭയിലെ ബിഷപ്പുമാരെയാണ് പറഞ്ഞത്. അപ്പം ഞാനും അതിലൊരു ബിഷപ്പായതുകൊണ്ട് അത് കേട്ടപ്പോൾ എനിക്കും ഒരു വേദന ഉണ്ടായി. അദ്ദേഹം എപ്പോൾ പറഞ്ഞാലും ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്ന ഒരു പ്രവണത അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ശീലത്തിൻ്റെ ഭാഗമാണ്. ആ ശീലത്തെ ആ ശീലമായിട്ട് മാത്രം കാണുക. കൃത്യമായ കണക്കുകളില്ലാത്തവർ മാത്രം പേടിച്ചാൽ മതി, അല്ലാത്തവർ പേടിക്കേണ്ടാതൊരു വാദമാണ് അതിന് അംഗീകരിക്കുന്നത്. ഈ മലങ്കര ഓർത്തഡോക്സ് ഒരു ബിഷപ്പ് എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, മലങ്കര ഓർത്തഡോക്സ് സഭ കൃത്യമായി ഒരു വർഷത്തിൽ ഒരുമിച്ച് കൂടി അതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. കൃത്യമായും മാർച്ച് മാസം 31 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് അതിനെ കണക്ക് അവതരിപ്പിക്കും. സർക്കാരിൻ്റെ വേദികളിൽ എവിടെയാണോ കണക്ക് സമർപ്പിക്കേണ്ടത് അവിടെ ഇതുവരെയും കൃത്യമായ കണക്കുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സൂര്യാനി സഭയെക്കുറിച്ച് ആ കാര്യത്തിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. അത് ഓപ്പണായിട്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സഭയെ എന്തിനാണ്, ഞങ്ങളാണല്ലോ അത് കൂടുതൽ പറഞ്ഞത്, ഇതിനെതിരെ പറഞ്ഞത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമം തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ FCRA അല്ലെങ്കിൽ ഫോറിൻ എമൗണ്ട് വരിക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിദേശ കമ്പനിയുടെ പണം സ്വീകരിക്കുന്നതല്ല. ഇവിടെ ഒരു വിഷയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് മലങ്കര സഭയുടെ മക്കൾ ഇന്ത്യ വിട്ട് പുറത്തുള്ള ദേശങ്ങളിലൊക്കെ പോയി ജീവിക്കുകയാണ്. സഭ ഇവിടെ കേരളത്തിൽ നടത്തുന്ന അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ അധ്വാനത്തിനൊരു ഭാഗമാണ് അവിടുന്ന് ഇങ്ങോട്ട് അയച്ചു തരുന്നത്. അത് കൃത്യമായി കണക്കുകളോട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് പിന്നെ ഈ കണക്കില്ലാത്തവർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് ഞങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അത് പരിശോധിച്ചാൽ പോരെ. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത്. പക്ഷേ ഈ സഭയിൽ ഇത് പറഞ്ഞ സമയത്ത് ആഭ്യന്തര സഹമന്ത്രി തന്നെ പറഞ്ഞത് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടെന്നാണ്. എല്ലാറ്റിനും ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അവർ കാര്യങ്ങൾ നടത്തിപ്പോയാൽ മതി.
മതപരിവർത്തനം ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച്, ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ഇന്ത്യയിലുള്ളതിൽ 2.5 പോലും ഇല്ലാത്ത ഒരു സമൂഹമാണ്. 2.5% പോലും ഇല്ല. എന്തോ മതപരിവർത്തനത്തെക്കുറിച്ചായി പറയുന്നത്? എന്തോ മതപരിവർത്തനമാണ് ഇവിടെ ഉള്ളത്? 2.5% പോലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമായി നിൽക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷേ ഈ വളരെ ചെറിയ ഒരു സമൂഹം ഇന്ത്യയുടെ മുഴുവൻ സമഗ്രവും സമൂലമായ ഉന്നതിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എവിടെയോ ആർക്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. അതല്ലാതെ അതിനകത്ത് മതപരിവർത്തനം എന്ന് പേരിട്ട് എങ്ങനെ ശരിയാവുന്നു? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് ഒരാൾ മറ്റൊരു മതത്തിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ സഭയിൽ നിന്ന്, ഞാനായിരിക്കുന്ന സഭയിൽ എത്ര പേര് ഹൈന്ദവ മതത്തിലേക്ക് പോയിട്ടുണ്ട്, എത്ര പേര് ഇസ്ലാം മതത്തിലേക്ക് പോയിട്ടുണ്ട്, എൻ്റെ സഭയിൽ നിന്ന് മറ്റ് സഭകളിലേക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ അതെൻ്റെ രീതിയിൽ തന്നെയാണല്ലോ പോകുന്നത്. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ആര് ഫോഴ്സ് ചെയ്തിട്ട് എന്ത് കാര്യമാണ്? അത് സത്യത്തിൽ ഒരു സഭയോ സമുദായത്തെയോ മതത്തെ അല്ല കുറ്റപ്പെടുത്തുന്നത്, ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് ഇവിടെ ഹനിക്കുന്നത്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുമ്പോഴും ഒരു വ്യക്തിക്ക് അവരുടേതായൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് ഇന്ത്യയിൽ ഭരണഘടന കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇതെല്ലാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, അത് വോട്ടായി മാറുന്നു എന്നുള്ള രീതിയുണ്ടോ? അങ്ങനെയുള്ള ആശങ്കകൾ തീർച്ചയായിട്ടും കേരളത്തിലെ BJP നേതാക്കൾക്ക് ഉണ്ടായി കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് ഇപ്പോൾ ഇങ്ങനെ മാറ്റിവെക്കാനൊരു കാരണമായതെന്നുള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇത് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യക്തമായ ചർച്ചകളില്ലാതെ സുതാര്യതയില്ലാതെ ഇത് വീണ്ടും കൊണ്ടുവരാൻ ഞങ്ങൾ ഞങ്ങളുടേതായ പ്രതികരണങ്ങൾ വീണ്ടും നടത്തിയിരിക്കും. BJP പൊതുവായി ചെയ്യുന്ന രീതിയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം നടത്തുന്നു, തെരഞ്ഞെടുപ്പിൽ ആ വിഷയം പരിഹരിക്കുന്നു, വോട്ട് വാങ്ങുന്നു, അതിനുശേഷം വീണ്ടും അത് നടപ്പാക്കുന്നു. അത് തന്നെ ഇവിടെയും ആവർത്തിക്കപ്പെടാൻ FCRയുടെ കാര്യത്തിൽ അല്ല, അതിപ്പോൾ BJPയെ കുറിച്ച് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ച നമ്മുടെ കേരള സമൂഹത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരള സമൂഹത്തിൽ 5 വർഷം ഭരിക്കും. 5 വർഷം ഭരിക്കുന്നത് ഇലക്ഷൻ അടുക്കാറാകുമ്പോഴത്തേക്കാണ് ഇഷ്ടം പോലെ ജനത്തിന് എന്തെങ്കിലും കൊടുത്ത് ചെയ്യുന്നത്. ബാക്കിയുള്ള 4 വർഷം എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയാൻ മേല. കറക്റ്റ് ഇലക്ഷൻ്റെ തലേന്നാണല്ലോ പ്രഖ്യാപനങ്ങളും സംഭാവനകളും ഒക്കെ നൽകുന്നത്. പക്ഷേ ഇവിടെ BJPക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. അവർ മണ്ടത്തരം കാണിച്ചാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു കാര്യങ്ങൾ അവർ ഇപ്പം ചെയ്തു. സാധാരണ ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് സംഭവം വിവാദമായി. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ പള്ളിത്തന്തമാരെ കുറ്റം പറയുകയും അവരെ വെറുപ്പിക്കുകയും ചെയ്ത പ്രസംഗം നടത്തിയ PC-ക്ക് മുകളിൽ നിന്നും നല്ല പള്ളു കിട്ടി. അവസാനം നിന്ന നിപ്പിൽ പതിവ് പോലെ PC യാതൊരു ഉളുപ്പുമില്ലാതെ ലേലുവല്ലു പറയുന്നത് കണ്ടാലും. FCR വിഷയം കേന്ദ്ര ഗവൺമെൻറ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ അത് നടപ്പാക്കൂ. അത് നടപ്പാക്കാനുള്ള കാരണം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര കലാപം എന്നാണ് നമ്മുടെ സംസ്ഥാനം മണിപ്പൂർ. 38% ക്രിസ്ത്യാനിയുള്ള സ്ഥലമാണ്, ഏറ്റവും തീവ്ര ക്രിസ്ത്യാനിയുള്ള സ്ഥലമാണ്. അവിടെ പരസ്പരം ക്രിസ്ത്യാനി നമ്മൾ വെട്ടായി. എന്തെന്ന് അന്വേഷിച്ചപ്പോൾ എന്നെ ഈ അറുത്തിനെ അറസ്റ്റ് ചെയ്തൊരു സാഹിബിനെ ഒരുത്തൻ ഉപദേശിയാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ചാടിയിരിക്കുക അമേരിക്കയിൽ നിന്ന്. അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. അറസ്റ്റ് ചെയ്യാൻ കാരണം അവൻ്റെ പേരിൽ ഈ വിദേശ പണം വന്നു. അതായത് ഇപ്പോൾ ഈ നിയമം വരാൻ കാരണം, FCRയുടെ നിയമം വരാൻ കാരണം ഇവനാണ്. നോക്കിയപ്പോൾ കോടാനുകോടി രൂപ ഇവൻ്റെ പേരിൽ വന്നിരിക്കുക. ഇവൻ അവിടെ പോയി തോമസിന് 1 കോടി കൊടുക്കും വഴക്കുണ്ടാക്കാൻ. തോമസിനോട് പറയുന്നത് ജേക്കബിനെ കൊല്ലാനാണ്. അതായത് ജേക്കബിനോട് അവനെ കൊല്ലാൻ ജേക്കബിനും കാശ് കൊടുക്കും. മണിപ്പൂർ കലാപത്തിന് കാരണം ഈ സാഹിബിൻ്റെ വിദേശ ഫണ്ട് വന്നതാണ്. അപ്പം ഈ വിദേശ ഫണ്ട് എന്തിനുപയോഗിക്കുന്നു എന്ന് അറിയാതിരിക്കാൻ പറ്റാതായി. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. ആ നിയമം വന്നു കഴിയുമ്പോൾ അത് സഭയ്ക്ക് വിരുദ്ധമാണെന്ന് ഇവിടെ നമ്മുടെ പിതാക്കന്മാർക്ക് പലർക്കും അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് BJP നേതൃത്വം പറഞ്ഞപ്പോൾ അതിന് തയ്യാറാകണം. അതിന് പകരം പരസ്യമായി പ്രതികരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഇടപെടേണ്ടി വന്നു. തൃശ്ശൂർ പിതാവ് വളരെ മോശമായി
ഈ നിയമത്തെ പറ്റി സംസാരിച്ചു. അപ്പോൾ അത് ഞാൻ കേട്ടു. പത്രക്കാരോട് ഞാൻ പറഞ്ഞു, പിതാവിനെ പറ്റി ഞാനും പിതാവിനെ പറ്റി മോശമായിട്ട് വർത്താനം പറയുന്നത്. കാരണം മോശമായിട്ട് പെരുമാറിയാൽ മോശമായിട്ട് പെരുമാറുമെന്ന് അറിയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഞാനത് ദുഃഖിതനാണ്. ഒരിക്കലും ഒരു പിതാവിനെ പറ്റി വർത്തമാനം പറയുമ്പോൾ സ്വല്പം ശ്രദ്ധിക്കണം. ഞാൻ കൊളോക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചു, മനസ്സിലായില്ല. അതല്ല ഈ പിതാവിനോടുള്ള അരിശം കൊണ്ടല്ല, എൻ്റെ ലാംഗ്വേജ് അല്പം അത് പാടില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു. അതിൻ്റെ പേരിൽ ആരും വിഷമിക്കേണ്ട. ഞാനിങ്ങനെ ഒരു കൊളോക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചാണ്, അല്ലാതെ പിതാക്കന്മാരെ എല്ലാം അപമാനിച്ചു വിടണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ഞാൻ ഒന്നാമത്തെ കത്തോലിക്കണം, മനസ്സിലായില്ല. അല്ലാതെ വെറുതെ നടക്കുന്നവരൊന്നുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ്. ഞായറാഴ്ച ദിവസം എന്ത് വില കൊടുത്തും കുർബാന കാണുന്നവനാണ്. അങ്ങനെ നടക്കുന്ന ഞാൻ പിതാക്കന്മാരെ ഒരിക്കലും മോശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആർക്ക് ഏതെങ്കിലും പിതാക്കന്മാർക്ക് അതിനകത്ത് മനപ്രയാസം ഉണ്ടെങ്കിൽ അവർ അത് സദയം കേട്ടില്ല എന്ന് വെക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഓർത്തഡോക്സ് പിതാവല്ലേ, അത് നല്ല പിതാവാണ്. അങ്ങനെ ഒരു സത്യം പറയുന്നതിൻ്റെ കുഴപ്പം എനിക്ക് വിരോധമില്ല. ഇവർക്ക് ഈ ഒരു വിഷയത്തിൽ സഭകളെ വിശ്വാസത്തിലെടുക്കാൻ, അവരുടെ ഈ ആശങ്ക പരിഹരിക്കാൻ പി.സി. ജോർജൊക്കെ ഇടപെടുമോ? തീർച്ചയായിട്ടും ഇടപെടുന്നു. മാത്രമല്ല, ഈ സഭയ്ക്ക് അതിനകത്ത് എന്തെങ്കിലും നഷ്ടമുണ്ടാവാതെ, ബുദ്ധിമുട്ടുണ്ടാവാതെ എന്ത് നടപടി സ്വീകരിക്കാമെന്നുള്ള കാര്യം നമ്മുടെ BJPയുടെ നേതൃത്വവുമായും പ്രധാനമന്ത്രിയായും ചർച്ച ചെയ്യും. ഞാൻ തന്നെ ഇടപെടും, ഒരു സംശയമില്ല. ഈ മണിപ്പൂർ സംഭവമാണ്. മണിപ്പൂർ കലാപം ഉണ്ടാക്കിയത് ക്രിസ്ത്യാനിയുടെ പേരിലാണ് ഉണ്ടാക്കിയ കലാപം എന്ന് ഓർക്കണം. ഇവന് ഈ വിദേശ ഫണ്ടുണ്ടെന്ന് ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞ് രാജ്യം നശിക്കാൻ ഇന്ത്യ വിരുദ്ധ പ്രചരണമല്ലേ നടത്തി. അവനെ ജയിലിൽ കിടപ്പുണ്ടല്ലോ ഇപ്പോൾ, മനസ്സിലായില്ലേ? അത് നമുക്ക് ആ ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ പള്ളിക്ക് കാശ് വന്ന ഉടനെ പള്ളി സമരം ഉണ്ടാക്കാനൊന്നും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ആ പേടിക്ക് കാര്യമില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പാലാ, പൂഞ്ഞാറ് പോലെയുള്ള മണ്ഡലങ്ങളിൽ, ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി, ഇവിടെയൊക്കെ ചർച്ചയാകുന്നുണ്ടോ ഈ വിഷയം താഴെത്തട്ടിൽ? ഇല്ലെന്ന്. എന്നാ വെച്ചാൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അതായത് ഇത് ചർച്ചയാക്കാൻ UDF LDF കക്ഷികൾ ശ്രമിക്കുന്നുണ്ട്. കാരണം അവന്മാർക്ക് വേറെ നിലനിൽപ്പില്ല. LDF എന്ന് പറഞ്ഞാൽ അമ്പലം തകർത്ത് അയ്യപ്പനെയും കൊന്ന് ശരിപ്പെടുത്തി നടക്കുക. അപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനൊരു മാർഗമായി ഇത് പറ്റുമെന്ന് നോക്കുന്നുണ്ട്. UDF രാജ്യം മുഴുവൻ ഭരിച്ചില്ല, അവർ വല്ലതും ചെയ്തിട്ടുണ്ടോ? അവരും ഇത് വാർത്തയാക്കാൻ ശ്രമിക്കും. അതിൻ്റെ ശ്രമമായിട്ട് പത്രത്തിലോ പ്രസ്താവനകൾ ഒക്കെ വരാം. അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. അതൊക്കെ ജനത്തിന് അറിയാമെന്ന്. കേരളത്തിലെ ജനങ്ങളെടുത്ത് ഇതുപോലും ചിലവാകുമോ? ഇപ്പോൾ പൂഞ്ഞാറ്റിലുള്ള നല്ലവരായ നാട്ടുകാരെ, ഈ പൂഞ്ഞാർ കേശവനെയും ഇവൻ്റെ മകനെയും ഈ വർഗീയ വിഷം വമിക്കുന്ന ഈ രണ്ട് സാധനത്തിൻ്റെയും യാതൊരു കാരണവശാലും നിങ്ങൾ ജയിപ്പിക്കരുത്. ഇതാണ് ഇവന്മാരുടെ തനിക്കോണം. ഇന്ന് ചാണകക്കൂട്ടിൽ നിന്നാൽ നാളെ അതിനും നല്ല അവസരം കിട്ടുമെന്ന് പറഞ്ഞാൽ അവനെ ഡാഡി എന്നും വിളിച്ച് പോകുന്നവനാണ് ഈ അപ്പനും മകനും എന്ന ഓർമ്മ പൂഞ്ഞാറുകാർക്കും അതുപോലെ പാലായിലെ നസ്രാണികൾക്കും ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഗുഡ് ബൈ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.